ഹായ്, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സോയാബീൻ പൊരിച്ചതാണ്. അതിലേക്ക് മുളകും പൊടി, ആവശ്യത്തിന് മുളകും പൊടി എടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇടുക. പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക. പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി അത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നാക്കി യോജിപ്പിക്കുക. നന്നാക്കി ഇളക്കി യോജിപ്പിക്കുക. അതിൽ കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് സോയാബീൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, കുതിർത്ത് കഴുകി പിഴിഞ്ഞ് വെച്ചതാണ്. അത് അതിലേക്ക് ഇട്ടെടുത്ത് നല്ലതാക്കി കുഴച്ചെടുക്കുക. മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം അതിലേക്ക് ചേരുന്ന വിധത്തിൽ കുഴച്ചെടുക്കുക. കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അതിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ഈ കുഴച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ മറിച്ച് ഇളക്കിയിട്ട് വേവിക്കുക. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ല ഞെരിയണം എന്നുണ്ടെങ്കിൽ നന്നാക്കി ഞെരിച്ചെടുക്കുക. അതല്ല അത്ര ഞെരിയണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഞെരിച്ചിൽ കുറച്ചിങ്ങാഞ്ഞ് കോരിയെടുക്കുക. അങ്ങനെ ഏതാ ഇഷ്ടമുള്ളത് ചെയ്യുക. ഞാൻ ഇവിടെ ഞെരിച്ചാണ് എടുത്തത്. കുട്ടിയൊക്കെ ഞെരിയണം എന്ന് പറഞ്ഞപ്പോൾ ഞെരിച്ചാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഞെരിഞ്ഞ് വന്നാണ്. ഇത്ര ഞെരിയണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഞെരിച്ചിലിൻ്റെ മുന്നേ കോരിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞെരിഞ്ഞിട്ടുണ്ട് നല്ലോണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കി. ഇപ്പോൾ ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റാത്ത ഈ സമയത്ത്, നോയമ്പ് സമയത്ത് കുട്ടികൾക്ക് ചോറിലേക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുതേ. ഇപ്പോൾ സോയാബീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ സോയാബീൻ പൊരിച്ചത് റെഡി.